കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താരയുടെ വീട് കണ്ടു അല്ലേ? താരയെ കാണാൻ ആരായിരുന്നു വന്നത്? ഓർമ്മയുണ്ടോ? മീനു അല്ലേ? മീനും താരയും കൂടി കുറെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പിന്നെ എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മുന്നത്തെ വീഡിയോകൾ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി താരയുടെ വീട്ടിലെ വിശേഷങ്ങളും എന്തൊക്കെയാ കാഴ്ചകളെന്ന് ഒന്നുകൂടി നോക്കാം അല്ലേ? താരയുടെ വീട് കണ്ടു. വീടിന്റെ മുറ്റത്തോ പശുവിനെയും പശുക്കുട്ടിയെയും നമ്മൾ കണ്ടു അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് മക്കളെ ഇവിടെ? നോക്കിക്കേ. താര മീനു കോഴികളെ കണ്ടു, കോഴിക്കൂട് കണ്ടു അല്ലേ? പിന്നെ പ്ലാവ്, തെങ്ങുകള്, തേങ്ങ, പിന്നെ പക്ഷികൾ പറക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെ കാഴ്ചകളായിരുന്നു കണ്ടത്? ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? പശുവിനെ കണ്ടു അല്ലേ? വിശദമായി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മുടെ താര. പശു, പശുക്കുട്ടി, പിന്നെ ഇതില് വലുതേതായിരുന്നു പറഞ്ഞേ? ഇത്. പിന്നെ ഇതെന്തായിരുന്നു മക്കളെ? കോഴിക്കൂട് അല്ലേ? കോഴിക്കൂടിന് പുറത്തുള്ളത് ആരാണ്? കോഴി. അകത്തോ? കോഴിക്കുഞ്ഞ്. പിന്നെ അകത്താര് ടിക്കിടുക? ഇതിൽ അകത്താരാണ്? ഈ കോഴിയാണോ ഇതാണോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? കുഞ്ഞിക്കോഴിയാണ് അകത്ത്. പിന്നെ എന്താ? വീണ്ടും അവര് നടന്നു അല്ലേ? മരത്തിന്റെ ചുവട്ടിലെത്തി. എന്നിട്ടോ മുകളിൽ താഴെ അല്ലേ? മുകളിൽ ആരാണ് ഉള്ളത്? ഇവിടെ ഒരു കൂട് കാണുന്നുണ്ട്. കൂട്ടിൽ നമ്മൾ മുട്ടയും കാണുന്നുണ്ട്. എത്ര മുട്ട ഇവിടെ ഉണ്ട്? എണ്ണിക്കേ. 1, 2, 3, 4. പിന്നെ ഇവിടെയോ? ഇവിടെ നമ്മുടെ പക്ഷി പറക്കുന്നുണ്ട്. പിന്നെ താഴെ എന്താണുള്ളത്? മീനു എന്താ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്? ഉറുമ്പ് അല്ലേ? കോഴിയെ കാണുന്നുണ്ട്. കോഴിയുടെ ഇവിടെ അടുത്ത് തന്നെ കുറെ ഉറുമ്പുകളെയാണ് നമ്മുടെ മീനു ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി താഴെ ഉള്ളതിന് ടിക്കിടുക, ശരിയിടുക. ഏതായിരുന്നു താഴെ? ഉറുമ്പാണോ പക്ഷിയാണോ? ഉറുമ്പ്. പിന്നെ എന്തായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്? ഉയരം കൂടിയത് കുറഞ്ഞത് അല്ലേ? ഇതിൽ ഏതാണ് ഉയരം കൂടിയത്, ഏതാണ് കുറഞ്ഞത്? ഇതാണ് ഉയരം കൂടിയത്. ഉയരം കൂടിയ തെങ്ങിൽ എന്തുണ്ട് എന്നാ പറയുന്നത് നമ്മുടെ താര? ഒരു കുരുവിക്കൂട് ഇല്ലേ? ഒരു കുരുവിക്കൂട് കാണുന്നുണ്ട്. ഉയരം കുറഞ്ഞ തെങ്ങിലോ എന്താ ഉള്ളത്? എന്താ കാണുന്നത് ഇവിടെ? ഒരു അണ്ണാനെ കാണുന്നുണ്ട് അല്ലേ? ഇവിടെ 2 പ്ലാവുകളും നമ്മൾ കണ്ടു. ഇതിൽ ഉയരം കൂടിയ പ്ലാവ് ഏതാ മക്കളെ? ഒന്ന് ശരിയിട്ടെ. ഇത് തന്നെ അല്ലേ? ഉയരം കുറഞ്ഞതോ? ഇത്. ഇനി എന്തിനെ കുറിച്ചാണ് നമ്മുടെ താരയും മീനും പറയുന്നത് നോക്കാം. ഇവിടെ എന്താ നിങ്ങൾ കാണുന്നത്? നമ്മൾ മുമ്പേ കണ്ട നമ്മുടെ പ്ലാവ് അല്ലേ? പ്ലാവിൽ എന്തുണ്ട് മക്കളെ? നിറയെ ചക്കകളുണ്ട് അല്ലേ? ഈ പ്ലാവിൽ ഏത് പ്ലാവിലാ കൂടുതൽ ചക്കകൾ നിങ്ങൾ കാണുന്നത്? കുറേ കാണുന്നത് ഏതാ? തൊട്ട് കാണിച്ചേ. ഈ പ്ലാവിലല്ലേ? അപ്പൊ ഈ പ്ലാവ് ചെറുതാണോ വലുതാണോ? ഇതാണോ ചെറുത്? ഇതാണോ ചെറുത്? ഏതാണ്? ഇത് ചെറുതും ഇത് വലുതും. അപ്പൊ ഏത് പ്ലാവിലാ കൂടുതൽ ചക്കകൾ നമ്മൾ കാണുന്നത്? ഏത് പ്ലാവിലാ മക്കള് പറഞ്ഞേ? വലിയ പ്ലാവില് അല്ലേ? വലിയ പ്ലാവിൽ കുറേ ചക്കകളുണ്ട്. ചെറിയ പ്ലാവിലോ അത്രയ്ക്കും ചക്കകളുണ്ടോ? ഇല്ല, കുറവാണ് അല്ലേ? ഇനി നമ്മുടെ മീനുവും താരയും എന്താ പറയുന്നത് നോക്കാം. മീനു പറയാണേ, ഈ വലിയ പ്ലാവിലെ ചക്കയ്ക്ക് തേനിന്റെ മധുരമാണ്. മീനു എപ്പോഴോ കഴിച്ചിട്ടുണ്ട്. താരയുടെ വീട്ടിലെ ചക്ക മീനു എപ്പോഴോ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ അവള് പറഞ്ഞത്? തേനിന്റെ മധുരമാണ്. നിങ്ങൾക്ക് ഇഷ്ടല്ലേ ചക്ക കഴിക്കാൻ അല്ലേ? അതുപോലെ നമ്മുടെ മീനു പറയാണ്, എന്ത്? നല്ല മധുരമുണ്ട്. അപ്പൊ നമ്മുടെ താര എന്താ പറഞ്ഞത്? വലിയ പ്ലാവിലാണ് കൂടുതൽ ചക്കകൾ.
ആ, താരയ്ക്ക് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഏത് പ്ലാവിലാ കൂടുതൽ ചക്കകളുള്ളത്? വലിയ പ്ലാവിൽ. ചെറുതിലോ? ചെറുതിൽ കുറവാണ് അല്ലേ? ഒന്ന് എണ്ണി നോക്കിയാലോ? ഒന്ന് എണ്ണി പറഞ്ഞേ മക്കളെ, ചെറിയ പ്ലാവിൽ എത്ര ചക്കകൾ നിങ്ങൾ കാണുന്നുണ്ട്? 1, 2. എത്ര ചക്കകളാണ്? 2 ചക്കകള് അല്ലേ? 2 ചക്കകളാണ് നമ്മള് ചെറിയ പ്ലാവിൽ കാണുന്നത്. അതിൽ എത്ര എണ്ണം പഴുത്ത് കിടക്കുന്നുണ്ട് പറഞ്ഞേ? 1 അല്ലേ? മഞ്ഞ കളറിൽ കാണുന്നതാണ് പഴുത്തത് അല്ലേ? ആകെ എത്ര ചക്കകളാ ചെറിയ പ്ലാവിലുള്ളത് പറഞ്ഞേ? 2 ചക്കകളാണ് ആകെ ചെറിയ പ്ലാവിലുള്ളത്. ഇനി വലിയ പ്ലാവ് തൊട്ടേ ഇതില് എത്ര ചക്കകൾ പഴുത്തതുണ്ട്? ഒന്ന് എണ്ണി പറഞ്ഞേ, പെട്ടെന്ന് എണ്ണി നോക്കിക്കേ. എണ്ണിയോ? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4. 4 ചക്കകൾ പഴുത്തിട്ടുണ്ട് അല്ലേ? എത്രണ്ണം? ഒന്നുകൂടി പറഞ്ഞേ. 4 ചക്കകള് പഴുത്തത് മാത്രാണോ ഉള്ളത്? അല്ല, കുറേ പച്ചയും നമ്മളിവിടെ കാണുന്നുണ്ട്. നമുക്കൊന്ന് വെറുതെ എണ്ണി നോക്കാം. ആകെ എത്ര ചക്കകളുണ്ട് എന്നല്ലേ? എത്രയോ ചക്കകളുണ്ട്. ഒന്ന് എണ്ണാം. പഴുത്തതും പച്ചയും എല്ലാം ഒന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ആകെ എത്ര ചക്കകളുണ്ട് വലിയ പ്ലാവിൽ? 11 എണ്ണം അല്ലേ? 11. എന്നാ പഴുത്തത് എത്രയാണ്? പഴുത്തത് എത്രയാ മക്കളെ? ഒന്നുകൂടി എണ്ണാം. 1, 2, 3, 4. ആകെ എത്ര പഴുത്ത ചക്കകളെ നമ്മൾ കണ്ടു? 4 എണ്ണം അല്ലേ? ഈ പ്ലാവിൽ ആകെ എത്ര ചക്കകളുണ്ട്? 1, 2. അപ്പം വലിയ പ്ലാവിൽ എത്ര പഴുത്ത ചക്കകൾ? 4. ചെറിയ പ്ലാവിലോ എത്ര ചക്കകളാകെ? 2 അല്ലേ? മനസ്സിലായല്ലോ? ഇനി നമ്മളിവിടെ ചെടികളെ കാണുന്നുണ്ട് അല്ലേ? എത്ര ചെടികളുണ്ട്? 1, 2. ഇനി ഈ ചെടിയിൽ എത്ര പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ട്? എണ്ണി പറഞ്ഞേ, എത്ര പൂക്കളുണ്ട്? 1, 2. 2 പൂക്കൾ അല്ലേ? എത്രയാ മക്കളെ? 2 പൂക്കളുണ്ട് അല്ലേ? ഈ ചെടിയിൽ 2 പൂക്കൾ കാണുന്നുണ്ട്. ഇനി ഈ ചെടിയിൽ എത്ര പൂക്കളാ നമ്മൾ കാണുന്നത്? ഒന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4. എത്ര പൂക്കള് നമ്മൾ കണ്ടു? 4 പൂക്കളെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട് അല്ലേ? ഈ ചെടിയിൽ 2 പൂക്കളും ഈ ചെടിയിൽ 4 പൂക്കളും. അപ്പോ ഇതില് ഏറ്റവും കുറഞ്ഞ പൂക്കളുള്ള ചെടി ഏതാ? കുറഞ്ഞ പൂക്കളുള്ളത് 2 ആണോ 4 ആണോ? 2 അല്ലേ? അപ്പൊ ഏത് ചെടിയാണ് കുറഞ്ഞ പൂക്കളുള്ളത്? തൊട്ട് കാണിച്ചേ. ഇത് ഇല്ലേ? കൂടിയ കുറേ പൂക്കളുള്ളതോ? കൂടുതൽ പൂക്കളുള്ളത് ഈ ചെടി അല്ലേ? മനസ്സിലായല്ലോ? ഇനി കുറവേത് ശരിയിടുക. നമ്മുടെ ഈ ചെടികൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ കുറവ് പൂക്കളുള്ളത് ഏതാ മക്കളെ? പറഞ്ഞേ, ഇതാണോ ഇതാണോ? ഇത് അല്ലേ? കുറവ് പൂക്കളുള്ളതിന് നിങ്ങൾ ടിക്കിട്ടല്ലോ. ശരി, ഇനിയും പോവാണ്. നമ്മുടെ താരയും മീനുവും നടന്നു പോവാണ് അല്ലേ? അപ്പോ മുന്നിലാര് പിന്നിലാര്? 2 പേരും ഇങ്ങനെ നടക്കുന്നുണ്ട്. മക്കൾ പറഞ്ഞേ, ആരാണ് മുന്നിൽ നടക്കുന്നത്? താരയാണോ മീനുവാണോ? താര തന്നെ അല്ലേ? താരയല്ലേ മുന്നിലുള്ളത്? കാണുന്നില്ലേ? മീനുക്കുട്ടി എവിടെയുള്ളത്? പുറകിലാണ് അല്ലേ? താര മുന്നിലും മീനു
പിന്നിലുമായി എവിടേക്കാന്നറിയോ അവര് പോകുന്നത്? കുളത്തിനടുത്തേക്ക് നടന്നു. താര, മുന്നിലാരാണ്? താര, പിന്നിലോ? മീനു. ഇനി അവര് പോകുന്നതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നിങ്ങൾ എന്തോ കാണുന്നുണ്ട് അല്ലേ? എന്താണ് കാണുന്നത്? ചെടികളുണ്ട് അല്ലേ? ഇനി ഈ ചെടികളൊക്കെ ഏത് ഭാഗത്താന്ന് നോക്കണ്ടേ? ശരി, നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ ഏത് കൈ കൊണ്ടാ നിങ്ങൾ എഴുതുന്നത്? പൊന്തിച്ചൊന്ന് കാണിച്ചേ നിങ്ങളുടെ കൈ. ഏത് കൈയാണ്? ആ കൈ കൊണ്ട് തന്നെയാണ് നമ്മള് ഭക്ഷണവും കഴിക്കുന്നത് അല്ലേ? അപ്പോ ആ കൈ ഏത് കൈയാന്നറിയോ? വലതു കൈ. മനസ്സിലായോ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും പിന്നെ എഴുതുന്നതും ഒക്കെ നമ്മുടെ വലത് കൈ കൊണ്ടാണ് അല്ലേ? അപ്പം വലത് കൈ ഉള്ളത് വലത് വശത്ത്. മനസ്സിലായോ? അപ്പം മറ്റേ ഭാഗോ, മറ്റേ കൈയോ? ഇടതു കൈ അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും എഴുതുന്നതും വലതു കൈ കൊണ്ട്. അപ്പം മറ്റേ കൈയോ? ഇടതു കൈ. അപ്പം മനസ്സിലായോ? വലതുവശവും ഇടതുവശവും. വലതു കൈ ഉള്ളത് വലതുവശം, ഇടതു കൈ ഉള്ളത് പറഞ്ഞേ ഇടതുവശം. ഇനി ഒന്ന് പറഞ്ഞേ. അപ്പൊ നമ്മുടെ മീനു പറയുന്നുണ്ട്, എന്തെല്ലാമോ പറയുന്നുണ്ട്. വലതുവശം മുഴുവൻ ചീരയും ഇടതുവശം വാഴയും ആണല്ലോ. അപ്പൊ എന്തൊക്കെയാ അവരുടെ വലതുവശത്തും ഇടതുവശത്തും ഉള്ളത്? വലതുവശം. ഏതാണ് വലതുവശം? അപ്പോ മീനും താരയും എഴുതാനും കഴിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് കൈ ഏതാണ്? ഇത്. അപ്പൊ അവരുടെ വലതുവശമാണിത്. അപ്പൊ വലതുവശത്ത് ഏതാണുള്ളത്? പറഞ്ഞേ. നമ്മുടെ താരയുടെ വലതുവശത്ത് കുറെ ചീര കാണുന്നുണ്ട്. പിന്നെയോ ഇടതുവശം. അപ്പൊ ഇടത്തെ കൈയും ഇടതുവശവും ആണ് ഇത്. ഈ ഭാഗം അല്ലേ? മീനുവിന്റെ ഇടത്തെ കൈ ഏത് ഭാഗത്താണ്? ഇവിടെയല്ലേ? അപ്പൊ അവരുടെ ഇടതുവശമാണ് ഈ ഭാഗം. ഇവിടെ എന്താ ഉള്ളത്? വാഴ കാണുന്നുണ്ട്. അപ്പം വലതും ഇടതും മനസ്സിലായല്ലോ. ഇനി താരയുടെ ഇടതുവശത്ത് എന്താണുള്ളത്? ഇടതുവശത്താണ്. ഏതാണ്? ഒന്ന് ശരിയിട്ടേ നിങ്ങള്. വാഴ. വലതുവശത്തോ? ചീര. മനസ്സിലായല്ലോ. നമ്മുടെ താരയും മീനും വീണ്ടും ഇങ്ങനെ നടക്കാണ്. അവര് നടന്ന് എവിടെ എത്തി മക്കളെ? എവിടേക്കായിരുന്നു അവര് പോയത്? കുളത്തിനടുത്തേക്ക്. കുളം കണ്ടോ നിങ്ങള്? കുളത്തിൽ എന്താ കാണുന്നത്? എന്തുണ്ട്? ഒരു മീനിനെ കാണുന്നുണ്ട് അല്ലേ? മീനിന് നിങ്ങളൊന്ന് കളറ് കൊടുക്കണേ, നിറം കൊടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിറം കൊടുക്കാം. പിന്നെ വേറെ എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? കുളവും പിന്നെ ഒന്ന് നോക്കിക്കേ, കുളത്തിന്റെ കുറേ പുറകില് എന്താ കാണുന്നത്? ഒരു മല കാണുന്നുണ്ട് അല്ലേ? മല. അപ്പൊ നമ്മുടെ മീനുവും താരയും എന്താ പറയുന്നത് നോക്കാം. അകലെ കാണുന്ന മല നോക്കൂ. നമ്മുടെ താര ചൂണ്ടിക്കാണിച്ചു കൊടുക്കാണ്. എന്ത്? അതാ ദൂരെ, അകലെ, കുറേ ദൂരെയാണ് അല്ലേ? കുറേ ദൂരെ കാണുന്ന മല നോക്കൂ. അടുത്തെന്താ ഉള്ളത്? അടുത്തെന്തുണ്ട്? കുളം അല്ലേ? ദൂരെയോ? കുറേ അകലെ മല. അപ്പൊ നമ്മുടെ മീനു എന്തു മറുപടി കൊടുത്തു? അടുത്തു കാണാൻ കൊതിയാവുന്നു. എന്തുകൊണ്ടാ മീനു അങ്ങനെ പറഞ്ഞത്? കുറേ അകലെയാണ് അല്ലേ? അപ്പൊ അടുത്തു കാണാൻ കൊതിയാവുന്നു. അപ്പൊ നമ്മുടെ താരക്കുട്ടി പറഞ്ഞു, പിന്നീടാവാം, വരൂ, പിന്നീട് കാണാം. ഇനി അടുത്ത ചോദ്യം എന്താ? അടുത്തേത്? ശരിയിടുക. ഏതായിരുന്നു മക്കളെ അടുത്ത്? ഏതായിരുന്നു അകലെ? അകലെ ഏതായിരുന്നു? മല. അടുത്തുണ്ടായിരുന്നതോ? കുളവും മീനും അല്ലേ? ശരിയിട്ടല്ലോ. താരയും മീനുവും നടന്ന് ക്ഷീണിച്ചു അല്ലേ? അവര് തിരിച്ച് വീട്ടിലെത്തി. അവർ അടുക്കളയിൽ എത്തിയപ്പോൾ അമ്മ അവർക്ക് വേണ്ടി കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണുന്നില്ലേ? ഇവിടെ കുറെ കളറുകളിൽ നമുക്ക് കാണാം അല്ലേ പലഹാരം? ഇതിൽ ഏത് പ്ലേറ്റിലാ മക്കളെ കൂടുതൽ പലഹാരം ഉള്ളത്? ഇതിലല്ലേ? അപ്പൊ ഇത് ആരുടേതാണ്? ആരാ അവിടെ ഇരിക്കുന്നത്? നമ്മുടെ മീനു. മീനുവിന് കുറെ പലഹാരങ്ങള്. താരയ്ക്കോ?
താരയ്ക്ക് എത്ര എണ്ണം ഉണ്ട്? ഒന്ന് എണ്ണി നോക്കാം. 1, 2, 3. എത്ര പലഹാരം താരയ്ക്ക്? 3 എണ്ണം. മീനുവിനോ? എണ്ണം. 1, 2, 3, 4, 5, 6 എണ്ണം അല്ലേ? 6 എണ്ണം നമ്മുടെ മീനുവിനും 3 എണ്ണം താരയ്ക്കും. അപ്പൊ ആർക്കാണ് കൂടുതൽ? ആർക്കാ കൂടുതൽ? മീനുവിന്. കുറവോ? താരയ്ക്ക്. സാരല്ല, താര പറഞ്ഞതായിരിക്കും അല്ലേ കുറച്ച് മതി എനിക്ക് എന്ന്. ഇനി നമുക്കിവിടെ ഒരു ചോദ്യം കാണാം. എന്താണ്? കൂടുതൽ ആർക്ക് ശരിയിടുക? ആർക്കായിരുന്നു കുഞ്ഞുങ്ങളെ കൂടുതൽ? ശരിയിട്ടോ നിങ്ങള്? നമ്മുടെ മീനുവിന് 6 എണ്ണം ഉണ്ട്. ഇനി അവര് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ടോ നമ്മുടെ താര അവളുടെ പാവകളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ താരയുടെ പാവകളെ നിങ്ങളിവിടെ? എത്ര എണ്ണമുണ്ട് മക്കളെ പാവകള്? 1, 2 എണ്ണം അല്ലേ? പക്ഷേ ഈ പാവകൾക്ക് കുറച്ച് ഭംഗിക്കുറവ് തോന്നുന്നുണ്ട് അല്ലേ ഇപ്പോൾ? അതിന് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞേ? നിറം കൊടുക്കണം അല്ലേ? നമ്മുടെ മീനു എന്തു പറഞ്ഞു? ഹായ്, എന്തു നല്ല പാവകൾ. അപ്പം താര എന്തു പറയുന്നു? എന്റെ പാവകളാണ് അല്ലേ? ഇതിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? രണ്ടും ഒരേ വലിപ്പമാണോ? അല്ല. ഏതാണ് വലുത്? ഇത്. ഏതായിരിക്കും അപ്പോൾ ചെറുത്? തൊട്ട് കാണിച്ചേ. ഇത് തന്നെ അല്ലേ? അപ്പോ ചെറിയ പാവയ്ക്ക് നിറം നൽകാനാ പറയുന്നത്. ചെറിയ പാവയ്ക്കൊന്ന് നിങ്ങൾ നിറം കൊടുക്കണേ. ഏതായിരുന്നു ചെറിയ പാവ? ഇത്. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് നമ്മുടെ പാവയ്ക്ക് കൊടുക്കുക. ഇനി എന്താണ്? ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഇതാരൊക്കെയാണ് പറഞ്ഞേ? ഇതാരാണ്? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. പൂച്ച. ഇതോ എലി. പൂച്ചയും എലിയും. പൂച്ച എവിടെയാ നിൽക്കുന്നത്? ടേബിളിന്റെ ഒരു മേശയുടെ മുകളിൽ അല്ലേ? മേശയുടെ മുകളിൽ കയറി നിൽക്കുകയാണ് പൂച്ച. എന്നാലോ അതിന്റെ താഴെയാണ് ആരുള്ളത്? നമ്മുടെ എലി. ഇനി എന്താ ചോദ്യം? എന്താ? പെട്ടിയുടെ മുകളിൽ ഉള്ളതിന് നിറം നൽകാൻ. എല്ലാവരുടെ കയ്യിലും കളറൊക്കെ ഇല്ലേ? ക്രയോണൊക്കെ എടുത്തില്ലേ എല്ലാവരും? അപ്പോ പെട്ടിയുടെ മുകളിൽ ആരായിരുന്നു? പൂച്ച. അപ്പൊ പൂച്ചയ്ക്ക് നിങ്ങള് പൂച്ചയുടെ കളറ് കൊടുക്കണേ. പിന്നെ വീണ്ടും കളറൊക്കെ കൊടുത്ത് നമ്മുടെ താരയും മീനും അവര് കളർ കൊടുത്തിട്ടുണ്ടാവൂലേ? എന്നിട്ടോ ഇതാരാ ഇരിക്കുന്നത്? ഇതാരാണ്? നമ്മുടെ താരക്കുട്ടി അല്ലേ? താരക്കുട്ടി മാത്രാണോ ഉള്ളത്? അല്ല. പിന്നെയോ പൂച്ചകള്. എത്ര പൂച്ചകളുണ്ട്? 1, 2. ഇതിലെ അടുത്തടുത്താണോ അവരിയ്ക്കുന്നത്? ആണോ? അല്ല അല്ലേ? ഒരു പൂച്ച താരയുടെ മുൻപിലാണ് അല്ലേ? പൂച്ച നോക്കുന്നത് കണ്ടാ നമുക്കറിയാം താരയെ നോക്കി ഇരിക്കുകയാണ്. താരയും പൂച്ചയോട് സംസാരിക്കുന്നുണ്ട് അല്ലേ? താര 2 പൂച്ചകളോട് സംസാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരു പൂച്ചയോടെ സംസാരിക്കുന്നുള്ളൂ അല്ലേ? ഏത് ഭാഗത്താ ഇവര് ഇരിക്കുന്നത്? ഈ 2 പൂച്ചകളും താരയുടെ ഏത് ഭാഗത്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. താര നേരെ മുൻപിലേക്കാണ് അല്ലേ നോക്കുന്നത്? അപ്പൊ എവിടെയാണ് ഈ പൂച്ച ഇരിക്കുന്നത്? താരയുടെ മുൻപിൽ. അപ്പൊ ഈ പൂച്ചയോ? താരയുടെ പുറകിൽ അല്ലേ? അപ്പൊ ഏത് പൂച്ചയോടാ താര സംസാരിക്കുന്നത്? താരയുടെ മുന്നിലുള്ള പൂച്ചയോട്. നമുക്ക് കണ്ടാൽ അറിയാം താര ഈ പൂച്ചയെ നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചോദ്യം എന്താ മക്കളെ? താരയുടെ മുന്നിലുള്ള പൂച്ചയ്ക്ക് നിറം നൽകൂ. അപ്പൊ നിങ്ങൾ കൊടുക്കുമല്ലോ. ഏത് പൂച്ചയ്ക്കാ നിറം നൽകേണ്ടത്? ഈ പൂച്ചയ്ക്ക് അല്ലേ? നിങ്ങള് നല്ലൊരു നിറം കൊടുക്കണേ എല്ലാവരും. അപ്പൊ മക്കളെ നമുക്ക് ഇന്ന് പഠിച്ചത് ഒന്നുകൂടി നോക്കാം അല്ലേ? ഈ പ്ലാവിൽ ഏത് പ്ലാവിലാ മക്കളെ കൂടുതൽ ചക്കകളുള്ളത്? കൂടുതലുള്ളത് ഇതിൽ അല്ലേ? കുറവോ? ഇതിൽ.
കുറവേത് ശരിയിടുക. ഈ ചെടികളിൽ ഏത് ചെടിയിലാ കുറവ് പൂക്കളുള്ളത്? ഇതിൽ അല്ലേ? എത്ര പൂക്കളാണ്? 2 പൂക്കളേ ഉള്ളൂ. ഇതിലോ 4 എണ്ണം അല്ലേ? ശരിയിട്ടല്ലോ. ഇനി മുന്നിലാര് പിന്നിലാര്? ആരാ മക്കളെ മുന്നിൽ നടക്കുന്നത്? താര. താരയുടെ പുറകിലാണ് ആരുള്ളത്? മീനു. ഇനി താരയുടെ വലതുവശത്ത് ഏത് ചെടികളാണുള്ളത്? ഏത് ചെടികളാ? ചീര അല്ലേ? ഇടതുവശത്തോ? ഇടതുഭാഗം ഈ ഭാഗം അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? വാഴ. ഇനി താരയുടെ ഇടതുവശത്ത് എന്ത് ശരിയിടുക? ഏതായിരുന്നു? വാഴ. ശരിയിട്ടല്ലോ നിങ്ങള്? അവരെവിടെ എത്തി? കുളത്തിനടുത്ത് എത്തിയില്ലേ? ഇനി അവരെ കുളമാണോ ഈ മലയാണോ അടുത്ത് കാണുന്നത് മക്കളെ? അടുത്തുള്ളത് കുളം അല്ലേ? ദൂരെയുള്ളതോ? അകലെ ഉള്ളത് എന്താണ്? മല കുറേ ദൂരെയാണ് അല്ലേ? അകലെ. ഇനി എന്താ ചോദ്യം? അടുത്ത് ഏത്? ഇതിലേതായിരുന്നു അടുത്തുള്ളത്? ഏതാണ്? കുളം. ഇനി അവര് വീട്ടിലെത്തി. വീട്ടിൽ അമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ആരുടെ പ്ലേറ്റിലാ കുറവ് പലഹാരം? കണ്ടുപിടിച്ചേ. താരയുടെ. കൂടുതൽ പലഹാരം ഉള്ളത് നമ്മുടെ മീനുവിന്റെ പ്ലേറ്റിൽ. അപ്പൊ ശരിയിട്ടല്ലോ. കൂടുതലുള്ളത് മീനു. പിന്നെ പാവകൾക്ക് നിറം കൊടുത്തോ? ഏത് പാവയ്ക്കായിരുന്നു നിറം കൊടുക്കാനുള്ളത്? ചെറുത് ഇല്ലേ? ചെറുതേതാ? ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ചെറിയ പാവ അല്ലേ? നിങ്ങൾ നിറം കൊടുക്കണേ. പിന്നെ ഇതേതാ? പെട്ടിയുടെ മുകളിൽ ഉള്ളതിന് നിറം നൽകാൻ. മുകളിൽ ആരായിരുന്നു? പൂച്ച. നിറം നൽകിയല്ലോ നമ്മള്. ഇനി താരയുടെ മുന്നിലുള്ള പൂച്ചയ്ക്ക് നിറം നൽകാൻ. മുന്നിലുള്ള പൂച്ച ഏതാണ്? അറിയാലോ? താരയും പൂച്ചയും സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ മുന്നിലുള്ളത് ആരാണ്? ഈ പൂച്ച അല്ലേ? നിറം നൽകിയല്ലോ. ഇനി എന്താണ്? ഇത് നിങ്ങൾ ചെയ്യണം. കേട്ടല്ലോ? ചെറുതേത് വട്ടം വരയ്ക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ചെറുതേതാന്നുള്ളത് പഠിച്ച് നിങ്ങൾ വട്ടം വരയ്ക്കണേ. ഞാൻ ചെയ്തു തരില്ല, നിങ്ങൾ ചെയ്യണം ചെറുതിന്. ഇനി അകലെയുള്ള മരം ഏത്? വട്ടം വരയ്ക്കൂ. അടുത്ത് അകലെ നമ്മൾ പഠിച്ചു. ഇതിലെ ഈ കുട്ടി ഇങ്ങനെ റോഡിൽ കൂടി നടന്നു പോകുന്നുണ്ട്. കുട്ടിയുടെ അടുത്തൊരു മരമുണ്ട്, അകലെ വേറെ ഒരു മരമുണ്ട്. അപ്പൊ അകലെയുള്ള മരത്തിന് നിങ്ങൾ വട്ടം വരച്ചല്ലോ. മിടുക്ക്. ഇനി അകത്താര് പുറത്താര്? ഇവിടെ ഒരു മതില്, ഒരു മാളം കാണുന്നുണ്ട്. മാളത്തിന്റെ അകത്ത് ആരാണുള്ളത്? ആരാണ് അകത്തുള്ളത്? എലി. പുറത്താരാണ്? പൂച്ച. നമ്മുടെ ചോദ്യം എന്താണെന്നറിയോ? പുറത്തുള്ളതിന് നിറം നൽകാൻ. ആരായിരുന്നു പുറത്തുള്ളത്? ആരാ പുറത്തുള്ളത്? പൂച്ച. അകത്തോ? എലി. നൽകിയല്ലോ നിറം. നിങ്ങൾ കൊടുക്കണേ. ഇനി ഇവിടെ അത് തന്നെ. ആരാണ് അകത്ത്, ആരാണ് പുറത്ത്? മക്കളൊന്ന് തൊട്ട് കാണിച്ചേ. പൊത്തിന് അകത്തിരിക്കുന്ന പക്ഷിയൊന്ന് തൊട്ട് കാണിച്ചേ. ഏതാണ്? ഇത് അല്ലേ? പൊത്തിന് പുറത്തിരിക്കുന്ന പക്ഷിയോ? ഇത് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പൊത്തിന് പുറത്തിരിക്കുന്ന പക്ഷിക്ക് നിറം നൽകാൻ. അപ്പൊ എല്ലാവരും നിറം നൽകണേ. നിങ്ങൾക്കുള്ള വർക്കാണിത്. നിറം നൽകുക. ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ നിറം കൊടുക്കണം. പുറത്തുള്ളത്, ഈ ചിത്രത്തിൽ 2 ചിത്രത്തിൽ ഏതാണ് പുറത്തുള്ളത് എന്ന് വെച്ചാൽ അതിന് നിറം നൽകുക. അടുത്തുള്ളത്, ഈ കുട്ടിയുടെ അടുത്ത് ഏതാ മരം? ഒന്ന് അടുത്തും ഉണ്ട്, ഒന്ന് ദൂരെയുണ്ട്. അടുത്തുള്ളതിന് നിറം നൽകുക. പുറകിലുള്ളത്, താരയുടെ മുൻപിലും പുറകിലും ഓരോ പൂച്ചകളുണ്ട്. അതിൽ പുറകിലുള്ളതിന് നിറം നൽകുക. ഇനി വലുത്, 2 പാവകൾ കാണുന്നില്ലേ? അതിന് വലുതിന് നിറം നൽകുക. പിന്നെയോ കൂടുതലുള്ളത് നിങ്ങൾക്ക് കാണാം. ഇവിടെ 2 ബോക്സിൽ ഞാൻ വട്ടം വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലുള്ളതിന് നിറം നൽകുക. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.